മാസിപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIO രേഖകൾ പരിശോധിച്ച ശേഷം ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകാനാണ് നീക്കം. 2024 മാർച്ചിൽ വീണ വിജയനെതിരെ ED ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. എൽ ശ്രീകാന്ത് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്താണ് EDയുടെ പ്ലാൻ? 2024 മാർച്ച് മാസത്തിൽ ECIR രജിസ്റ്റർ ചെയ്താണ് ED വീണ വിജയനും ഒപ്പം തന്നെ CMRL, KSCDC എന്നീ ഓർഗനൈസേഷനുകളിലെ ആളുകൾക്കെതിരെയും അവരുടെ അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. പക്ഷേ പിന്നീട് അത് SFIO അന്വേഷിക്കുന്ന കേസായതിനാൽ അത് മന്ദഗതിയിലാവുകയും ചെയ്തു. ഇപ്പോൾ SFIO അതിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. സെക്ഷൻ 447 വീണ വിജയനെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് തങ്ങൾ ഇട്ട ECIR-ന്മേൽ വീണ്ടും അന്വേഷണം പുനരാരംഭിക്കാൻ ED തീരുമാനിച്ചിട്ടുള്ളത്. 2-3 ദിവസം മുൻപ് നമ്മൾ തന്നെ ആ വാർത്ത നൽകിയിരുന്നു. അതിൽ SFIOയോട് രേഖാമൂലം ED ഈ വിവരങ്ങൾ ആരാഞ്ഞു എന്നുള്ളതായിരുന്നു നമ്മൾ നൽകിയ വാർത്ത. ഇപ്പോൾ SFIOയിൽ നിന്നും ആ വിവരങ്ങൾ കിട്ടിയ ശേഷം അത് പഠിച്ച് ഈ വീണ വിജയൻ അടക്കമുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, ആരോപണ വിധേയർക്കെതിരെ സമൻസ് അയക്കാനാണ് EDയുടെ ഇപ്പോഴത്തെ തീരുമാനം. വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്ന് ED സ്ഥിരീകരിക്കുന്നു. 1 മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കാനാണ് EDയുടെ തീരുമാനം. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് കഴിഞ്ഞ 2024 മാർച്ച് മാസത്തിൽ വീണ വിജയൻ അടക്കമുള്ളവർക്കെതിരെ ECIR രജിസ്റ്റർ ചെയ്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിൻ്റെ നടപടികൾ ആരംഭിക്കുന്നത് SFIOയുടെ അന്വേഷണം പൂർത്തിയായതിനാൽ കൂടി ആണ്. ഇതിൽ SFIO കോർപ്പറേറ്റ് ഫ്രോഡാണ് അന്വേഷിച്ചതെങ്കിൽ EDയെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള എല്ലാ ആസ്പെക്റ്റുകളിലേക്കും അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ വീണ വിജയൻ മാത്രമാകില്ല, ഒരു പക്ഷേ ഈ CMRLുമായി ബന്ധപ്പെട്ട് 182 കോടി രൂപയുടെ ചില ഇടപാടുകളും ചില തീവ്രവാദ ഫണ്ടിങ്ങുമൊക്കെ SFIO പറഞ്ഞു വെച്ചിരുന്നു. അതിലേക്കടക്കം പോകാനുള്ള സ്വാതന്ത്ര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടും. അതടക്കം അന്വേഷണ പരിധിയിൽ വരും. ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ CMRL ഡയറിയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി നേരത്തെ പുറത്തു വന്നതാണ്. ആ ഡയറിയുടെ സാധുതയടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഈ EDയുടെ അന്വേഷണ പരിധിയിൽ വരാനും സാധ്യതയുണ്ട്. അതായത് കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിച്ച SFIOയുടെ അന്വേഷണത്തെക്കാൾ കടുപ്പമേറിയതാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ശ്രീകാന്ത്, അപ്പോൾ ഈ വീണയുടെ കാര്യത്തിൽ അതൊരു കമ്പനിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. ഒരു ഡയറി, അതിൽ നേതാക്കളുടെ പേരുകൾ, അതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ED കൂടി കളത്തിലേക്ക് വരുമ്പോൾ അക്കാര്യങ്ങളിലും ഒരു അന്വേഷണം പ്രതീക്ഷിക്കണമോ? അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ വീണ വിജയന്റെ കാര്യത്തിൽ നമ്മുടെ മുന്നിലുള്ളത് ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് എന്നുള്ളതാണ്. അതിൽ EDക്ക് എങ്ങനെയാണ് അന്വേഷിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. ഒരു പക്ഷേ ഈ SFIOയുടെ രേഖകൾ കൂടി കിട്ടി അത് പഠിച്ച ശേഷമായിരിക്കും അവരതിലേക്ക് കടക്കുന്നത്. കോർപ്പറേറ്റ് ഫ്രോഡ് എന്ന് പറയുമ്പോൾ പോലും അതിൽ ഈ കിട്ടിയ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറയുന്നത് ഓൾറെഡി ഇതിനോടകം കണ്ടെത്തിയത് ചെയ്യാത്ത സേവനത്തിന് പണം കിട്ടി എന്നുള്ളതാണ്. അതാണ് SFIO ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ EDയുടെ കയ്യിലേക്ക് ഈ കേസ് വരുമ്പോൾ ഇത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് അവർക്കതിൽ എന്തെങ്കിലുമൊക്കെ ഈ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് സംബന്ധിച്ച് അവരൊരു പക്ഷേ അന്വേഷണം നടത്തിയേക്കും. പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ത് ചെയ്തു എന്നുള്ളത് അന്വേഷിക്കാനുള്ള അധികാരവും അവർക്കുണ്ട്. അതിലേക്കൊരു പക്ഷേ അന്വേഷണം പോകാനുള്ള സാധ്യതയും കാണുന്നു. 2, ഇപ്പോൾ ഉന്മേഷ് പറഞ്ഞതുപോലെ ഈ ഡയറിയും ഡയറിയിലെ പേരുകളും അത് എത്രത്തോളം തെളിവ് കിട്ടും എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യവുമൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം, അന്വേഷിക്കാനുള്ള അധികാരം EDക്കുണ്ട്. അതിലേക്കൊക്കെ അന്വേഷണം പോകും എന്ന് തന്നെ കരുതാം. ശരി, അപ്പോൾ EDയും കളത്തിലേക്ക് വരികയാണ്. S ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.